നമസ്കാരം. വിവരാവകാശ നിയമം പല്ല് തേഞ്ഞുപോയ ഒരു ആയുധമാണെന്ന് പലരും ആരോപിക്കുന്നുണ്ട്. പൂർണ്ണമായും അത് ശരിയല്ല. സെലിംഗമന്ത്രി ആരോപിക്കുന്നു. നമ്മുടെ തുറമുഖത്തിന്റെ യാഥാർത്ഥ്യത്തിലോട്ട് നയിച്ചതിൽ വിവരാവകാശ നിയമത്തിന് വലിയൊരു പങ്കുണ്ട്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിവരാവകാശം വിനിയോഗിച്ച ഒരു ആളെന്നുള്ള നിലയ്ക്ക് തുറമുഖത്തിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ നടത്തിയത്. അതിന്റെ ഭാഗമായിട്ട് ഒരു അനുഭവം കൂടിയുണ്ട്. ഈ ഡൽഹിയിലൊക്കെ നിരന്തരം അയക്കുമായിരുന്നു. വിവരാവകാശ നിയമം ഡൽഹിയിലൊക്കെ അയക്കുമ്പോൾ എല്ലാത്തിനും കൃത്യമായ മറുപടി വരും. ഒരു ദിവസം എനിക്കൊരു മറുപടി വന്നു. ഒരു പെൺവിഷയമാണ്, ഒരു സ്ത്രീ പീഡന കേസിൽ നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾ ഇന്ന ആളുകൾ അന്വേഷിക്കുന്നു, അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാലുടൻ അത് സംബന്ധിച്ച വിവരങ്ങൾ നൽകാമെന്നോ മറ്റോ പറഞ്ഞുകൊണ്ട് എനിക്കൊരു മറുപടി വരുന്നു. എനിക്കിതിനെക്കുറിച്ചൊരു നമ്മൾ ഈ പെൺവിഷയമോ ആൺവിഷയമോ ഒന്നും വിവരാവകാശം വഴി ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. ഇപ്പൊ പലരും അതാണ്, എല്ലാം വ്യക്തിപരമായ കാര്യങ്ങളുടെ വ്യക്തി വൈരാഗ്യം തീർക്കാനാണ് ഈ വിവരാവകാശം ഉപയോഗിക്കുന്നത്. നമ്മൾ ഒരു കാലത്തും അത്തരം ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. എല്ലാം പൊതുവായ ആവശ്യങ്ങൾ, നമ്മുടെ തുറമുഖം, നമ്മുടെ നാട്, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചത്. പക്ഷെ എനിക്ക് കിട്ടിയ മറുപടി ഒരു പെൺവിഷയമാണ്, സ്ത്രീ പീഡനമാണ്, ഡൽഹിയിൽ നിന്നാണ് വന്നത്. അപ്പോ എനിക്ക് മനസ്സിലായി, എന്റെ പേര് വെച്ചുകൊണ്ട് അവിടെ ഇരുന്ന ആരോ എന്റെ വിലാസം എല്ലാം വെച്ചുകൊണ്ട്, കാരണം ഞാൻ നിരന്തരം അവിടെ ഓഫീസിലെ വിവരാവകാശം ഇടുന്ന ഒരാളായതുകൊണ്ട് അവർക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ചോദിച്ചാൽ അത് സത്യമാണെന്ന്. അങ്ങനെയും ഈ മേഖലയിൽ ഇത് നടക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചോളം, ഇത് അയച്ചയാളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഉദ്ദേശം എന്താണ്? ഇത് സംബന്ധിച്ചൊരു അന്വേഷണം ത്വരിതപ്പെടുത്തണം, അല്ലെങ്കിൽ ആരെങ്കിലും ഇത് നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്, ഈ വിഷയം നിങ്ങൾ പൂഴ്ത്താൻ പാടില്ല എന്ന് താല്പര്യമുള്ള ഒരാൾ എന്റെ വിലാസം ഉപയോഗിച്ച് അയക്കുകയും എനിക്ക് മറുപടി അയക്കുകയും ചെയ്തു. ഞാൻ എന്തായാലും കൺസേൺ ഓഫീസറിന് അയച്ചു, എനിക്ക് ഈ വിഷയത്തിൽ താല്പര്യമില്ല, ഞാനിങ്ങനെ ഒരു ചോദ്യവും ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അയച്ചു. ഇവിടെ ഇത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം വിവരാവകാശത്തിലൂടെ ശ്രീ കൃഷ്ണകുമാർ ശിവരാജൻ, നമ്മുടെ സെലിംഗമന്ത്രിയുടെ പ്രേക്ഷകനാണ്, തുറമുഖത്തിന്റെ ഒരു വലിയ വക്താവാണ്. അദ്ദേഹം നമ്മുടെ മെത്തനോൾ വിഷയവുമായി ബന്ധപ്പെട്ട് വിവരാവകാശം ഉപയോഗിച്ചു. കാരണം എന്താണ്, ഒരു ഓർഡർ ഇപ്പോൾ ഉണ്ട്. അവിടെ 50-60 ഏക്കർ സ്ഥലം എടുക്കാൻ പോകുന്നു, മെത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ എന്നൊക്കെ പറയുന്ന തരത്തിൽ ഒരു ജീവോ ഇറങ്ങിയിട്ടുണ്ട്. ആ ജീവോ ആരും അന്വേഷിച്ചില്ലെങ്കിൽ ജീവോ നമ്മുടെ പൂവാർ കപ്പൽശാല ബജറ്റിൽ വന്നതുപോലെ വരികയും പോവുകയും ചെയ്യും. അപ്പോ നമ്മുടെ കൃഷ്ണകുമാർ എന്ത് ചെയ്തു? ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി വിവരാവകാശം ഉപയോഗിച്ചപ്പോൾ ലഭിച്ച മറുപടി ഇങ്ങനെയാണ്: I have to invite your attention to the RTA application cited and to inform you that with regard to the current status of the land proposed to be acquired for the green hydrogen hub. നിങ്ങൾ ആവശ്യപ്പെട്ടത് ഇങ്ങനെയുള്ള ഒരു ലാൻഡ് അക്വിസിഷനെ കുറിച്ചാണല്ലോ. ഗവൺമെന്റ് ഇഷ്യൂഡ് ജിഒ നമ്പർ, ഒരു വലിയ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് ഹാവ് ഇഷ്യൂഡ് ജിഒ നമ്പർ വേർ ഇൻ ഇറ്റ് ഹാസ് ബീൻ ഓർഡേർഡ് ദാറ്റ് allocation of a minimum extent of 50 to 60 acres of land near Viഴിഞ്ഞം port for the purpose of bunkering of green methanol and green ammonia shall be identified in consultation with the revenue department for the establishment of green hydrogen hubs. അപ്പോ ഒരു ജീവോ ഇറങ്ങിയത് നമ്മൾ തീർപ്പാക്കി. സംഭവം ശരിയാണ്. ഇനി ബാക്കിലോട്ട് പോകാൻ പറ്റില്ല. ഇനി കാര്യത്തിൽ നടപടി ഉണ്ടായേ പറ്റൂ. എന്താണ് നടപടി? With regard to the acquisition of the land and its present status, a copy of the RTA application has been forwarded to the SPIO Revenue Department for furnishing the relevant details directly to you. കൃഷ്ണകുമാറിന് നേരിട്ട് അത് സംബന്ധിച്ച മറുപടി തരാൻ അപേക്ഷ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലോട്ട് വിട്ടു. അപ്പൊ താമസിയാതെ അവിടെ നിന്ന് വരുമായിരിക്കും. ഇങ്ങനെ ഓരോ വിഷയത്തെയും ലൈവായി നിർത്തിക്കൊണ്ട് ഇതൊക്കെ അന്വേഷിക്കുന്ന ആളുകൾ, ഓഡിറ്റർ ജനറൽമാർ ജനങ്ങളുടെ ഇടയിലുണ്ട് എന്ന് വരുത്തി തീർത്താൽ പല കാര്യങ്ങളും ഇവിടെ നേടിയെടുക്കാൻ പറ്റും. ഇതായിരുന്നു വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ നിർവഹിച്ച പങ്ക്. വിവരാവകാശം വളരെ അധികം
ഇക്കാര്യത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. കെട്ടുകണക്കിനാണ് ഫയലുകൾ, ഉത്തരങ്ങൾ, ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും വിമാക്കിന്റെ ഓഫീസിലിരിക്കുന്നത്. അതുകൊണ്ട് മെത്തനോളിന്റെ കാര്യത്തിലും ഇതുപോലെ നമ്മൾ അവസാനം പദ്ധതി ആരംഭിക്കുന്നത് വരെ നമ്മൾ ഇത്തരം ഫോളോ അപ്പുകൾ തുറന്നുകൊണ്ടേയിരിക്കും. കഴിഞ്ഞ ദിവസം ഒരു മറുനാടൻ മലയാളി, മറുനാടൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെയാണ്, ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് അറിയാം നമ്മൾ സെയിലിംഗ് കമന്ററിയും മെത്തനോളും ഒക്കെ അദ്ദേഹത്തിന് അറിയാം. അപ്പൊ അദ്ദേഹത്തെ കാണാൻ ഇട വന്നപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ മെത്തനോൾ സപ്ലൈ ചെയ്യാം. ഞാൻ ചോദിച്ചു എവിടെ നിന്നാണ്? കണ്ട്ല പോർട്ടിൽ നിന്ന്. നമുക്കറിയാമല്ലോ, കണ്ട്ല പോർട്ടിൽ മെത്തനോൾ ഉൽപാദനം ആസാം റിഫൈനറിയുമായിട്ട് ചേർന്നാണ് അവർ നിർവഹിക്കുന്നത്. അപ്പോൾ എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും സപ്ലൈ ചെയ്യാൻ പറ്റും, ബയ്യേഴ്സ് ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ലോകം മുഴുവൻ ഡിമാൻഡുള്ള വസ്തുവാണ്. ഞാൻ അത് സംബന്ധിച്ച കാര്യം, സിംഗപ്പൂരിലാണ് ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അവിടെ 3 കമ്പനികളെ ഇതിനു വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. ഗ്ലോബൽ എനർജി ട്രേഡിംഗ്, ഗോൾഡൻ ഐലൻഡ്, പെട്രോ ചൈന ഇന്റർനാഷണൽ സിംഗപ്പൂർ എന്നീ 3 കമ്പനികൾക്കാണ് സിംഗപ്പൂർ പോർട്ട് ഇത് സംബന്ധിച്ച സബ് കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവരാണ് സിംഗപ്പൂർ പോർട്ടിൽ വരുന്ന കപ്പലുകൾക്കൊക്കെ മെത്തനോൾ സപ്ലൈ ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ആ സിംഗപ്പൂരിലെ ആ കമ്പനികളെ ഏതെങ്കിലും വിധത്തിൽ കോൺടാക്ട് ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അത്തരം വിവരങ്ങൾ എടുത്തു തരാമെന്ന് പറഞ്ഞു ഞാൻ എന്റെ ഒരു സിംഗപ്പൂർ ഫ്രണ്ടിന് ഈ വിവരം അയച്ചു. അപ്പൊ അദ്ദേഹം എനിക്ക് മറുപടി തന്നു, നമസ്കാരം, ആർ യു ലുക്കിംഗ് ഫോർ മെത്തനോൾ സപ്ലയർ? അപ്പൊ അദ്ദേഹത്തിന് പെട്ടെന്ന് എന്റെ സന്ദേശം കിട്ടിയപ്പോ തിരിച്ച് നമുക്ക് മെത്തനോൾ ആവശ്യമുണ്ടോ എന്ന് വിചാരിച്ചു. അദ്ദേഹം ചോദിച്ചു, ആർ യു ലുക്കിംഗ് ഫോർ മെത്തനോൾ സപ്ലയർ? ഞാൻ പറഞ്ഞു, നോ, വി ക്യാൻ സപ്ലൈ മെത്തനോൾ. കണ്ട്ലയിലെ മെത്തനോൾ ഇദ്ദേഹം, ഞാൻ പരിചയപ്പെട്ട മറുനാടൻ മലയാളി, സപ്ലൈ ചെയ്യാൻ റെഡിയാണ്. ഇവിടെയാണല്ലോ ഇതിന് ആർക്കും ഒരു വിലയില്ലാതെ ഇങ്ങനെ കിടക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, വി ക്യാൻ സപ്ലൈ മെത്തനോൾ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്നിട്ടത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു. കാരണം അദ്ദേഹം ഈ ഫീൽഡിൽ അത്ര അധികം അറിവുള്ള ആളല്ല. സിംഗപ്പൂർ റിക്വയർസ് എ ഹ്യൂജ് ക്വാണ്ടിറ്റി ആസ് ബങ്കർ ഫ്യൂവൽ വിച്ച് ദേ പ്രൊക്യൂർ ത്രൂ എബൌട്ട് 3 കമ്പനീസ്. നേരത്തെ പറഞ്ഞ 3 കമ്പനികൾ വഴിയാണ് അവരിത് പ്രൊക്യൂർ ചെയ്യുകയും ബങ്കറിംഗ് നടത്തുകയും ചെയ്യുന്നത് ആണ്. അങ്ങനെയുള്ളവർക്ക് മെത്തനോൾ ആവശ്യമുണ്ടോ എന്ന് അറിയാനാണ് ഞാൻ മെസ്സേജ് അയച്ചത്. അപ്പൊ അദ്ദേഹം എനിക്ക് ഉടനെ തന്നെ മറുപടി പറഞ്ഞു, ഓക്കെ, ട്രൈയിങ് ദി കോണ്ടാക്ട് ത്രൂ അവർ ബയോഫ്യൂവൽ ഡിവിഷൻ. അപ്പൊ അവര് വലിയ കമ്പനിയാണ്. ആ വലിയൊരു കമ്പനിയുടെ ബയോഫ്യൂവൽ ഡിവിഷൻ വഴി ഈ നേരത്തെ പറഞ്ഞ 3 കമ്പനികൾക്ക് മെത്തനോൾ ആവശ്യമുണ്ടോ എന്നുള്ള വിവരം അദ്ദേഹം അന്വേഷിച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഇവിടെ കേരള സർക്കാരിനും ഇന്ത്യ ഗവൺമെന്റ് എന്ന് തന്നെ പറയണം, അതിനകത്ത് യാതൊന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല. കണ്ട്ല പോർട്ട് ചെയ്യുന്നതും തൂത്തുക്കുടി പോർട്ട് ചെയ്യുന്നതും അവിടെയുള്ള അതിന്റെ മാനേജ്മെന്റിന്റെ തീരുമാനമാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നോ ഇന്നുവരെ ഇത് സംബന്ധിച്ച് ഒരു നീക്കവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ ഈ വിഷയത്തെ സജീവമാക്കാൻ തുടർന്ന് ശ്രമിക്കും. തുറമുഖത്തിന് വേണ്ടി 30 കൊല്ലം ചെലവഴിച്ചതുപോലെ മെത്തനോളിന്റെ കാര്യത്തിലും ഇപ്പൊ ഏറ്റവും ഒടുവിലുള്ള കണക്ക് വന്നു, വേൾഡ് ഷിപ്പിംഗ് കൗൺസിലിന്റെ കണക്ക് വന്നു. ഏകദേശം 450, ഞാൻ ഫിഗർ മറന്നുപോയി എഴുതി കാണിക്കാം, ഏകദേശം 450 കപ്പലോളം ഇപ്പൊ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓടുന്നതിന് പുറമെ ഓർഡർ ചെയ്തിരിക്കുന്ന കപ്പലുകളും ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽ എന്നുള്ള ഇനത്തിൽ 450 കപ്പല്, അത് 2030 1000-ലധികം കപ്പലുകളായി മാറും എന്നാണ് അവരുടെ പഠനത്തിൽ വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനുമുള്ള കപ്പലുകളുടെ അസോസിയേഷനാണ് വേൾഡ് ഷിപ്പിംഗ് കൗൺസിൽ. അപ്പൊ ഈ ബദൽ ഇന്ധനം എന്നുള്ള നിലയ്ക്ക് മെത്തനോൾ അതിന്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. അതിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് എടുക്കാൻ മലയാളികൾക്ക് കഴിയണമെങ്കിൽ പുതിയ ഗവൺമെന്റ് എങ്കിലും അത് സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനമെടുക്കണം. അതിനുവേണ്ടിയുള്ള ശക്തമായ സമ്മർദ്ദം നമ്മുടെ ഭാഗത്തു നിന്ന് തുടർന്നും ഉണ്ടായിക്കൊണ്ടിരിക്കണം.